65 ശ്ലോകം. 65 ശ്ലോകം അതിമനോഹരമായ ഒരു രൂപകത്തിലൂടെ എങ്ങനെയാണ് ഈ ആത്മാനുഭവം, ആത്മസാക്ഷാത്കാരം സ്വന്തമാക്കണത്. ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്നതുകൊണ്ട് മാത്രമായില്ല, പിന്നെയോ ഓരോ വ്യക്തിയും സ്വപ്രയത്നത്തിലൂടെ പരിശ്രമം ചെയ്യണം എന്ന് കുറേ ശ്ലോകങ്ങളിലൂടെ പ്രതിപാദിക്കേണ്ടായി ആചാര്യസ്വാമികൾ അല്ലെങ്കിൽ ഗുരുനാഥൻ. എങ്ങനെയാണ് ആ സ്വപ്രയത്നത്തിലൂടെ ഒരാൾ ആത്മ അനുഭൂതിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടത്? ഇപ്പൊ ഗുരുവിൽ നിന്ന് നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. ശാസ്ത്രം പഠിച്ചാൽ ഒരാൾക്ക് പണ്ഡിതനാവാൻ പറ്റും, സ്കോളറാവാൻ പറ്റും. അതല്ലല്ലോ ലക്ഷ്യം, സാക്ഷാത്കാരമാണ് ലക്ഷ്യം. അപ്പോൾ നമ്മുടെ പഠനം നമ്മുടെ അനുഭൂതിയിൽ എത്തിക്കണം നമ്മളെ. അപ്പൊ ആദ്യത്തേത് ഗുരുവിന്റെ അറിവാണ്. ഗുരു പഠിപ്പിച്ച അറിവ് നമ്മുടെ അറിവല്ല, ഗുരുവിന്റെ അറിവാണ്. അതൊരു ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക്, അല്ലേ? നീ ശരീര മനോബുദ്ധ്യാദികളല്ല, നീ അതിന് സാക്ഷിയായ ആത്മാവാണെന്നൊക്കെ ഗുരു പറഞ്ഞു, ഗുരുവിന്റെ അനുഭവം പറഞ്ഞു തന്നു. അതൊരു വിവരണം മാത്രമേ ഉള്ളൂ, ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ നമ്മുടെ അറിവായി മാറ്റണം. ദ ഇൻഫർമേഷൻ ഷുഡ് ബിക്കം നോളേജ്, നോളേജ് ഷുഡ് ബിക്കം എക്സ്പീരിയൻസ്. ഇതാണ് അതിൻ്റെ സ്റ്റേജ്. അപ്പോൾ കേട്ടു ഗുരുവിൽ നിന്ന്, ആ കേട്ടതിനെ നമ്മുടെ സ്വന്തം അറിവായി മാറ്റണം. ആ സ്വന്തം അറിവായി മാറ്റാനുള്ള വഴിയാണ് മനനം. ആദ്യത്തേത് ശ്രവണം. ശ്രവണത്തിലൂടെ നീ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു, പക്ഷെ അനുഭവമായിട്ടില്ല. മനനത്തിലൂടെയാണ് ആ ഡീപ്പായിട്ടുള്ള ചിന്തയിലൂടെ ആഴത്തിൽ വിചാരം ചെയ്ത് ആ ഗുരു പറഞ്ഞ അറിവിനെ നമ്മുടെ സ്വന്തം അറിവാക്കി മാറ്റുന്നത്. ധ്യാനത്തിലൂടെ, അഥവാ നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ധ്യാനം, അതിലൂടെയാണ് ഈ ജ്ഞാനത്തെ, ബൗദ്ധികമായി അറിഞ്ഞ ജ്ഞാനത്തെ അപരോക്ഷാനുഭവമാക്കി മാറ്റേണ്ടത്. അതിനുള്ള വഴിയാണ്. അതെങ്ങനെയാണെന്ന് ഒരു മനോഹരമായ ഒരു രൂപകത്തിലൂടെ അവതരിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഈ ശ്ലോകത്തിൽ കാര്യം ഇങ്ങനെ: ഒരു തറവാട്, വളരെ സമ്പന്ന നിലയിൽ ഒരു കാലത്തുണ്ടായ തറവാട്, കാലം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. പണമൊക്കെ പോയി, ദാരിദ്ര്യത്തിലാണ്ടു. കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ പലരും ഉദ്യോഗം നോക്കി ദൂരേക്ക് പോയി. ഇപ്പം അവിടെ താമസിക്കുന്നവരൊക്കെ ഉപജീവനത്തിന് വഴിയില്ലാതെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് വളരെ പ്രിയപ്പെട്ട വിശ്വസ്തനായ ഒരു കാർന്നവര് ആ നാട്ടിലുണ്ട്. ആ കാർന്നവര് ഒരിക്കൽ അവിടെ വന്നിട്ട് പറയണു, നിങ്ങളുടെ മുത്തശ്ശനെ എനിക്കറിയാം. ആ മുത്തശ്ശൻ എന്നോട് ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ രഹസ്യം? നിങ്ങളുടെ നിലവറയുടെ അടിയിൽ അദ്ദേഹം ഒരു നിധി കുഴിച്ചിട്ടുണ്ട്. ഭാവിയിൽ തൻ്റെ തലമുറയിൽ ആർക്കെങ്കിലും കഷ്ടപ്പാട് വരുന്ന സമയത്ത് അതെടുത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിലവറയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കാരണവർ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇദ്ദേഹം ആ നിലവറയിൽപ്പെട്ട് നിധി വരൂ എന്ന് പറഞ്ഞാൽ നിധി മുളയ്ക്ക് പൊന്തി വരുമോ? വരില്ല. അപ്പം എന്ത് ചെയ്യണം? അയാൾ പ്രയത്നം ചെയ്യണം. ആ നിധിയെ മൂടി വെച്ചിട്ടുള്ള കല്ലും മണ്ണും മുഴുവൻ എടുത്ത് മാറ്റണം ആദ്യം, അല്ലേ? നല്ല എഫർട്ട് ഇടണം. ആദ്യം എന്ത് വേണം? ഈ രഹസ്യം പറഞ്ഞു തന്ന ആ കാർന്നവരിലെ വാക്കിൽ വിശ്വാസം വേണം, ശ്രദ്ധ. അയാൾ ചുമ്മാ പറയണതാ എന്ന് വിചാരിച്ച് അതിനെ മുഖവിലക്കിടാതെ വിട്ടു വെച്ചാൽ അയാൾ നിലവർക്ക് അടിയിലുള്ള നിധി അയാൾക്ക് എടുത്ത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവും? പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആദ്യം വേണ്ടത് അയാളുടെ വാക്കിൽ ശ്രദ്ധ. അതിനുശേഷം ആ നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ പാടുമോ? എൻ്റെ നിധി ഉണ്ടെന്ന്? ഇല്ല, ആരും അറിയിക്കാൻ പാടില്ല. ആരും അറിയാതെ അത് എല്ലാവരും കിടന്ന് ഉറക്കാൻ പിടിച്ചാൽ പകലായ ആൾക്കാരറിയും. ഗത്തും കളയും ഇതൊക്കെ കാണുന്ന സമയത്ത് എന്താണ് എന്ന് അന്വേഷിക്കാൻ അയലക്കാരൊക്കെ വന്നു വരും. അതുകൊണ്ട് പകൽ സമയത്ത് ചെയ്യില്ല. രാത്രി ആയാൽ എല്ലാവരും നിശബ്ദമായി നടന്ന സമയത്ത് പതക്കനെ പിക്കാസും കൈക്കോട്ടും ഒക്കെ എടുത്ത് നിലവറയുന്ന കൊത്തി പതുക്കെ കൊത്തി കളച്ച് ആ മേലെയുള്ള കല്ലും മണ്ണും ഒക്കെ വാരി ദൂരത്തെ എവിടെയെങ്കിലും കൊണ്ട് കളയണം, അല്ലേ? അത് കഴിഞ്ഞിട്ടോ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അത് കൊത്തി ഒരു ദിവസം 2 ദിവസം കൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആഴത്തിൽ പോകേണ്ടി വരും. ശ്രദ്ധയോടെ, ക്ഷമയോടെ, സാവധാനതയോടെ ആ മുകളിലുള്ള മണ്ണക്കല്ലൊക്കെ നീക്കം ചെയ്ത് കുറേ കഴിഞ്ഞ് കൊത്തു നോക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു, ഒരു കുടത്തുമ്പോൾ ഒരു മുട്ടൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ പാടില്ല.
ആരും അറിയിക്കാതെ ആ കുടം സുരക്ഷിതമായിട്ട് പുറത്തെടുത്തു അല്ലേ. എന്നിട്ട് ആ പുറത്തെടുത്തിട്ടോ അതിനെ രഹസ്യമായി വെച്ച് പിന്നീട് ആ നിലവറയൊക്കെ മൂടി പഴയ മാതിരിയാക്കി. ആ നിധി അറിയാൻ പാടില്ല. ആൾക്കാരറിഞ്ഞാൽ ഗവൺമെൻറ് അറിയിക്കും, ഗവൺമെൻറ് അറിഞ്ഞാൽ ഗവൺമെൻറ് കൊണ്ടുപോകും. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല പുതിയ നിയമം അനുസരിച്ച്. അപ്പം എന്താ, അതാരും അറിയാതെ രഹസ്യമായി വെച്ച് അവിടെ ഒന്നും പറ്റില്ല. കുറേശ്ശെ ദൂരെ എവിടെയെങ്കിലും ദേശത്ത് കൊണ്ടുപോയി അതിനെ വിറ്റ് അങ്ങനെ ക്രമേണ പതുക്കെ നിങ്ങൾ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തനാവണം അല്ലേ. പെട്ടെന്ന് നിങ്ങൾ സമ്പന്നനായ ആൾക്കാരറിയും, ഗവൺമെൻറ് വരുമ്പോണ്ട്. അപ്പം പതുക്കെ ലോകത്തെ അറിയിക്കാതെ പതുക്കെ ബുദ്ധിപൂർവം ആ നിധിയെടുത്ത് അനുഭവിക്കാം. ഇതേ പ്രക്രിയയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയാം മുക്തിക്ക്. നോക്കൂ, ഇയാളുടെ വീടിൻ്റെ ഉള്ളിൽ ഈ നിധി എത്രയോ കാലമായി ഇരുന്നിട്ടും ഇയാൾ അത് അനുഭവിക്കാൻ പറ്റാതെ ദരിദ്രനായിട്ടല്ലേ കഴിഞ്ഞത്. എന്തുകൊണ്ടാ? ഇയാൾക്ക് അറിയില്ല ഇയാൾ ദരിദ്രനല്ല, കോടീശ്വരനാണ്. ആ സമ്പത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള വസ്തു അയാൾക്ക് അറിയില്ല. അതറിയാതിരിക്കും കാലത്തോളം കോടീശ്വരനാണെങ്കിലും അയാൾ ദരിദ്രനായിട്ട് തന്നെ ജീവിക്കുക. ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ. നമ്മൾ ഓരോരുത്തരും സച്ചിദാനന്ദ സ്വരൂപികളായിരിക്കെ ഇതറിയാതെ, ഈ സച്ചിദാനന്ദ ആത്മാവാണ് നമ്മൾ, അതാണ് നിധി. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരിക്കുന്നുണ്ട്, ഉള്ളിലിരിക്കുന്നുണ്ട്. അജ്ഞാനത്താലുണ്ടായ ദേഹാദികളിലായ തെറ്റായ അഭിമാനം മുതലായത് കൊണ്ടും അതൊക്കെ മറഞ്ഞിരിക്കുക. നിധിയുടെ മേലെ കല്ലും മണ്ണൊക്കെ വയ്ക്കണ മാതിരി. എന്ത് ചെയ്യണം? ഇത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ, സാക്ഷാത്കരിക്കണമെങ്കിൽ, ആനന്ദത്തിൻ്റെ ആ ഉടമയായിട്ട് അവകാശിയായിട്ടും നിത്യദുഃഖത്തിലാണ്ടുകൊണ്ട് എന്തുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വന്നു? അതറിയില്ല. അറിയായ്മയാണ് അജ്ഞാനം. അപ്പം അത് അറിയുന്ന ഒരാളുടെ വാക്കിൽ നമുക്ക് വിശ്വാസം വേണം, വേണ്ടേ? അതാണ് ഗുരു. സജ്ജനങ്ങള്, ഗുരുനാഥൻ പറഞ്ഞു തരണു, നീ ഇപ്രകാരം സംസാരിയല്ല, ദുഃഖിക്കേണ്ടവനല്ല, നീ അല്പനല്ല, ക്ഷണികനല്ല, ജനിച്ചു മരിച്ചു പോകുന്നവനല്ല, നീ നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണ്, ബുദ്ധനാണ്, ആനന്ദസ്വരൂപനാണ്. നീ ഈ ദൃശ്യങ്ങളൊന്നുമല്ല, ദൃശ്യങ്ങളെ അറിയാൻ ദൃക്കായ ആത്മാവാണ്. അത് കാലദേശ അതീതവും ആനന്ദവുമാണ്. അതാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ആ നമ്മുടെ ഹിതത്തെ, നമ്മുടെ നന്മയെ, നമ്മുടെ അഭ്യുദയത്തെ ആകർഷിക്കുന്ന ആ ഗുരുവിൻ്റെ വാക്കിൽ വിശ്വസിക്കണം. നമ്മൾ ശ്രദ്ധ വേണം. അത് കേട്ട്, ആ ഗുരുവാക്യത്തെ കേട്ട് എന്ത് ചെയ്യണം? ഈ നിധി വെറുതെ വിളിച്ചാൽ പുറത്തേക്ക് വരാത്ത മാതിരി വെറുതെ ഞാൻ കേട്ടോണ്ട് ഞാൻ മുക്തനാവില്ല. അതിൻ്റെ മേലെ വന്ന് മൂടിയിരിക്കുന്ന ആ മണ്ണും കല്ലൊക്കെ മാറ്റി ചെയ്യണ മാതിരി എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു വെച്ചിരിക്കുന്ന അജ്ഞാനത്തെയും അജ്ഞാനം കൊണ്ടുണ്ടായ ദേഹാദികളിലുള്ളതായ താതാത്മ്യാദികളെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടി മനനം ചെയ്യണം. ശ്രവണം ചെയ്തതിനെ മനനം ചെയ്യണം. മനത്തിലൂടെ ഈ മറവുകളൊക്കെ നീക്കി ധ്യാനം ചെയ്യണം. ധ്യാനത്തിലൂടെ പൂർണ്ണമായിട്ടുള്ളതായ ആ അജ്ഞാനനാശം പൂർണ്ണമായി സംഭവിച്ചു കഴിയുമ്പോൾ ആ സത്യസ്വരൂപൻ്റെ അനുഭവം ഉണ്ടാവും. ധ്യാനത്തിൽ ഞാൻ ആ സത്യസ്വരൂപത്തെ ധ്യാനിക്കുന്ന എന്നുള്ള ചിന്തയുണ്ട്. ആ ചിന്തയും കൂടി ഇല്ലാണ്ടായിത്തീരുന്ന, ഞാനെന്ന വ്യക്തിത്വം ഇല്ലാണ്ടായിത്തീരുന്ന നിർവികൽപ്പ സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാവും. അതാണ് നിധിയെടുത്ത് അനുഭവിക്കൽ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പറയപ്പെട്ട സത്യത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിനു മുമ്പും പറഞ്ഞു, ഞാൻ ബ്രഹ്മമാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് മുക്തനാവാൻ പറ്റില്ല. നിധിയെ വെറുതെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധി പുറത്തേക്ക് വരാൻ പോകുന്നില്ല. നിധി ഉണ്ടെന്നറിയണം, അതിൽ വിശ്വാസം ഉണ്ടാവണം. പിന്നെ അതിനെ മറച്ചു വെച്ചിട്ടുള്ളതായ കല്ലും മണ്ണ് നീക്കാൻ വേണ്ടി ശവം ചെയ്യണം. അതിന് നിശബ്ദമായി, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ, ആരറിയിക്കാതെ ശബ്ദമായിട്ട്, ഇതുമാതിരി നിശബ്ദമായി നമ്മളും ഗുരുവിൽ നിന്ന് കേട്ടതായ ആത്മതത്വത്തെ വിചാരം ചെയ്ത് മനനത്തിലൂടെ സ്വന്തമാക്കിയ അറിവിനെ നിധിധ്യാസനത്തിലൂടെ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന വസ്തുതയെ അതിമനോഹരമായ ഒരു രൂപകത്തിലൂടെ ആചാര്യസ്വാമികൾ അവതരിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. വലിയ ഒരു ശ്ലോകം, മീറ്ററും മാറി നമ്മുടെ ശ്രദ്ധയും നമ്മുടെ അറ്റൻഷനും അതിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് മീറ്റർ തന്നെ, വലിയൊരു മീറ്ററിലാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ആപ്തോക്തിം ഖനനം തഥോപരിശിലാദ്യുൽകർഷണം സ്വീകൃതിം. ആപ്തോക്തിം ഖനനം
തഥോപരി ശിലാദി ഉത്കർഷണം സ്വീകൃതിം. പദം മുറിച്ചിട്ട് അങ്ങനെ പദം പരിചയപ്പെട്ട് വായിക്കുക. നിക്ഷേപ സമപേക്ഷതേ നഹി ബഹി ശബ്ദൈസ്തു നിർഗച്ഛതി. തദ്വത് ബ്രഹ്മവിദോപദേശമനന ധ്യാനാദിഭിർലഭ്യതേ മായാകാര്യതിരോഹിതം സ്വമമലം തത്വം ന ദുർയുക്തിഭിഃ. നോട് വായിക്കാം. ആപ്തോക്തിം ഖനനം തഥോപരി ശിലാദി ഉത്കർഷണം സ്വീകൃതിം നിക്ഷേപ സമപേക്ഷതേ നഹി ബഹി ശബ്ദൈസ്തു നിർഗച്ഛതി. തദ്വത് ബ്രഹ്മവിദോപദേശമനന ധ്യാനാദിഭിർലഭ്യതേ മായാകാര്യതിരോഹിതം സ്വം അമലം തത്വം ന ദുർയുക്തിഭിഃ. മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന നിധി, നിലറയ്ക്കകത്തുള്ള നിധി കൈക്കലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആളുടെ ഉപദേശം നീക്കണം. പിന്നെ ഭൂമി കുഴിച്ച് നിധി മൂടി വച്ചിരിക്കുന്നതായ കല്ലും മണ്ണൊക്കെ നീക്കി അതിനെ പുറത്തെടുക്കണം. അല്ലാണ്ട് പുറത്ത് നിന്ന് നിധി വാ എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വരില്ല. ആപ്തോക്തിം ഖനനം, ആപ്ത ഉക്തി, ആപ്തന്റെ ഉക്തി. ആപ്തൻ എന്ന് പറഞ്ഞ നമ്മുടെ അഭ്യുദയകാംക്ഷി, വെൽവിഷർ, നമ്മളോട് സ്നേഹം ഇഷ്ടമുള്ള ആള്. അയാളുടെ ഉക്തി ചിലോ വാക്കുകൾ. ആപ്തനായ നമ്മുടെ ശ്രേയസിനെ ആഗ്രഹിക്കുന്ന ആ കാർന്നോര്, ഇവിടെ ഉദാഹരണത്തില് നമുക്കറിയില്ല, നമ്മുടെ മുറിയിൽ, നമ്മുടെ തറവാട്ടില് നിലവറയ്ക്കകത്ത് വലിയ നിധി ഇരിക്കുന്നുണ്ട്, ഇത്ര വലിയൊരു നിധിയുടെ ഉടമയാണ് ഞാനെന്ന് നമുക്കറിയില്ല. അപ്പൊ അവിടെ നമ്മുടെ ആപ്തനാരാണ്? ഇവിടെ ഈ കാർന്നവരാണ്. നമ്മുടെ കുടുംബത്തെ പരിചയമുള്ള നമ്മുടെ മുത്തശ്ശന്റെ സുഹൃത്തായിട്ടതായ കാർന്നവർ വന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കറിയുന്നത്. അപ്പൊ ആപ്തന്റെ ഉക്തി. അത് കഴിഞ്ഞാലോ ഖനനം. അദ്ദേഹം ഇവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കിട്ടില്ല, ഖനനം ചെയ്യണം. ആദ്യം മൂടി വെച്ചിരിക്കുന്ന കല്ലും മണ്ണൊക്കെ ശബ്ദം ഉണ്ടാക്കാണ്ട് കുത്തിപ്പൊളിച്ച് കൊണ്ട് പുറത്ത് കളയണം. തഥാ ഉപരി ശിലാ അപാകർഷണം. അതിൻ്റെ ഉപരി മേലുള്ളതായ ശിലകളും പാറയുണ്ടാവാം, അല്ലെങ്കിൽ മണ്ണുണ്ടാവാം, കരിങ്കല്ലുണ്ടാവാം, അതിനൊക്കെ എടുത്ത് ദൂരാക്കണം. എന്നിട്ടോ നിക്ഷേപ സമപേക്ഷതേ. എന്നിട്ടോ അതിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന ആ നിക്ഷേപം നിധി, അതിനെ സമപേക്ഷതേ, അതിനെ സ്വീകരിക്കണം. അല്ലാതെ നഹി ബഹിശബ്ദൈ നിർഗച്ഛതി. പുറത്തുനിന്നുണ്ട്, പുറത്തുനിന്നുണ്ട് ശബ്ദം, നിധി എന്ന് ശബ്ദിച്ചതുകൊണ്ട് അതിൽ നമുക്ക് കിട്ടാൻ പോണില്ല. തദ്വത് അപ്രകാരമാണ്. അതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്തനാരാണ്? ഇവിടെ ആപ്തോക്തി വെച്ചാൽ ഗുരുവിന്റെ ഉപദേശം. നമ്മുടെ അഭ്യുദയകാംക്ഷി ഗുരുവാ. ഖനനം എന്താണ്? ഖനനം കേട്ടതിനെ കുറിച്ച് മനനം ചെയ്യില്ല. ആപ്തന്റെ ഉക്രി ഗുരുപദേശം, ശ്രവണം. ഖനനം ചെയ്യൽ മനനമാണ്. തത്വത് ബ്രഹ്മവിദോപദേശ, ബ്രഹ്മവിത്തായ ബ്രഹ്മസാക്ഷാത്കാരം കൈവരിച്ചിരിക്കുന്ന ആ ഗുരുനാഥന്റെ മഹാത്മാവിന്റെ ഉപദേശം ആണ് ശ്രവണം. ആ ശ്രവണം ചെയ്യണം. പിന്നെയോ മനനം. ഖനനത്തിന്റെ സ്ഥലത്ത് മനനം. നിധി കിട്ടാൻ ഖനനം ചെയ്യണം, കുഴിക്കണം. ഇവിടെ മനനം ചെയ്യണം. ആഴത്തിൽ കേട്ട ആശയത്തെ, കേട്ട തത്വത്തെ നിരന്തരം വിചാരം ചെയ്ത് ആ അദ്ദേഹത്തിന്റെ അറിവിനെ നമ്മുടെ സ്വന്തം അറിവാക്കി മാറ്റുക. അത് കഴിഞ്ഞാലോ ഉപരിശില അപാകർഷണം. മേലെയുള്ള എല്ലാ മണ്ണും കല്ലൊക്കെ മാറ്റുന്ന പ്രക്രിയക്ക് സമാനമാണ്. എന്ത്? ധ്യാനാദിഭിഹി. ധ്യാനത്തിലൂടെ ഈ മേലെ മറച്ചു വെച്ചിരിക്കുന്ന നിധിയെ മറച്ചു വെച്ചിരിക്കുന്ന കല്ലും മണ്ണും മാറ്റുന്ന മാതിരിയാണ് നമ്മളെക്കുറിച്ച് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന തെറ്റായ ധാരണകളെ നീക്കം ചെയ്യല്.
എന്താ നമ്മളെക്കുറിച്ച് തെറ്റായ ധാരണ? ഞാൻ ശരീരമാകുന്നു, ഞാൻ തടിച്ചോ മെലിഞ്ഞു, ഞാൻ രോഗി, ഞാൻ സുഖി, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ എന്നൊക്കെയുള്ള ധാരണയല്ലേ ഇന്ന് നമ്മളെക്കുറിച്ചുള്ളത്? ഇതൊക്കെ തെറ്റായിട്ടുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ ആത്മസ്വരൂപത്തെ മറച്ചു വച്ചിരിക്കുന്ന തെറ്റായ ധാരണകളാണ്. ഇതിനെയൊക്കെ നീക്കം ചെയ്യാൻ എന്ത് ചെയ്യണം? ധ്യാനം ചെയ്യണം. ധ്യാനത്തിൽ എന്താ ചെയ്യണത്? വിരുദ്ധ ചിന്തകളെയൊക്കെ നീക്കണം, വിജാതീയ വൃത്തികളൊക്കെ നീക്കം ചെയ്യണം. നമ്മുടെ യഥാർത്ഥ സ്വരൂപമല്ലാത്തതിനെ കുറിച്ചുള്ള വിചാരമൊക്കെ മാറ്റിയിട്ട് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണോ അതിൻ്റെ ചിന്ത, സജാതീയ ചിത്തവൃത്തി പ്രവാഹം, ആ ഏകചിന്ത, തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ഒരൊറ്റ ചിന്ത നിരന്തരമായി മനസ്സിൽ നിലനിർത്തുന്നു. അതാണ് ധ്യാനം. ആദിവിഹി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ധ്യാനം മാത്രമല്ല, ആദിവി എന്ന് പറഞ്ഞിട്ട് നിധ്യാസനം, നിക്ഷേപ സമുപാസത്തെ. ആ നിധി മണ്ണൊക്കെ നീക്കിയിട്ട് എടുക്കില്ലേ, അതിന് സമാനമാണ് ഈ ഏകചിന്തനാൽ നാശമേത്യത. ഏകചിന്തനത്തിൽ ആത്മസ്വരൂപത്തെ, സാക്ഷിയെക്കുറിച്ചുള്ള വിചാരം മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ ദീർഘകാലം ധ്യാനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സാധകന്റെ ആ ധ്യാന പ്രക്രിയ നിലയ്ക്കും. കേട്ടോ, ധ്യാനിക്കുന്ന താൻ ആ ധ്യേയവസ്തുവായ ആത്മസ്വരൂപത്തിൽ ലയിച്ച് ഒന്നായിത്തീരുക. അതാണ് സമാധി, നിർവികൽപ്പ സമാധി. അതിലൂടെ ആത്മാനുഭവം കൈവരിക്കുക. എന്നാൽ മാത്രമേ ഈ ഗുരു പ്രഖ്യാപിക്കുന്ന പരമസ്വാതന്ത്ര്യം, ആത്മസാമ്രാജ്യം കൈവരിക്കാൻ പറ്റുള്ളൂ, ബ്രഹ്മാനന്ദം കൈവരിക്കാൻ പറ്റുള്ളൂ, നിത്യ മോക്ഷം അവന് സ്വായത്തമായി തീരുള്ളൂ. മായാകാര്യതിരോഹിതം. ഇവിടെ നിധിയെ മൂടിയിരുന്ന കല്ലും മണ്ണൊക്കെയാണ്. ഇവിടെ എന്താണ്? നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ, ആത്മസ്വരൂപമാകുന്ന നിധിയെ മറച്ചു വെച്ചത് മായ, അജ്ഞാനം. അതിൻ്റെ കാര്യം, ആ ജ്ഞാനത്തിൻ്റെ കാര്യമായ ദേഹാദികളിൽ ഞാൻ എൻ്റെ എന്നുള്ളതായ തെറ്റിദ്ധാരണ, അതൊക്കെ തിരോഹിതം. അതിനൊക്കെ നീക്കിയിട്ട് സ്വം അമലം തത്വം, സ്വം തൻ്റെ സ്വസ്വരൂപമായ പരിശുദ്ധമായിട്ടുള്ളതായ ആ ആത്മതത്വത്തെ, തൻ്റെ സ്വരൂപം എന്താണ്? അത്യന്തം നിർമ്മലമാണ്. അജ്ഞാനമോ അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളോ ഒന്നുമില്ല. അപ്പൊ സ്വം അമലം, സ്വന്തം അമലം നിർമ്മലമായ തൻ്റെ വാസ്തവ സ്വരൂപത്തെ ഇപ്രകാരം ഗുരുപദേശം കൊണ്ട് നേടിയ അറിവിനെ മനന ധ്യാനാദികളിലൂടെ ആ നിർവികൽപ്പ സമാധിയിലൂടെ എത്തി സാക്ഷാത്കരിക്കണം. ന ദുർയുക്തിഭിഹി, അല്ലാതെ ശാസ്ത്രങ്ങൾ ഒരുപാട് പഠിച്ചത് കൊണ്ടോ, അല്ലാതെ വാദകോലാഹലങ്ങളെ കൊണ്ടോ, തർക്കം മൊഴിയ കൊണ്ടോ ഒന്നും കണ്ടുകിട്ടാൻ പോകുന്നില്ല. ആ ഉപമ എത്ര കുറിക്കൊള്ളുന്ന നോക്കൂ. അതിമനോഹരമായിട്ടുള്ളതായ ഉപമ. എന്താ? ആപ്തോക്തിം ഖനനം തഥോപരി ശിലാപാകർഷണം സ്വീകൃതിം നിക്ഷേപ സമപേക്ഷതേ നഹി ബഹി ശബ്ദയിസ്തു നിർഗച്ഛതി തത്വത് ബ്രഹ്മവിദോപദേശ മനനധ്യാനാദിവിർലഭ്യതേ മായാകാര്യതിരോഹിതം സ്വമമലം തത്വം ന ദുർയുക്തിഭിഹി. കുയുക്തി കൊണ്ട് അനുകൂലമായ തർക്കം സ്വീകരിക്കാം, ദുർയുക്തികളെ കൊണ്ട് ഒരാൾക്കും കൈവരിക്കാൻ പറ്റില്ല. അപ്പൊ ഭൂമിക്ക് അടിയിൽ കിടക്കുന്നതായ നിധി അടുത്ത് അനുഭവിക്കണമെങ്കിൽ ഒന്നാമതായി അവിടെ നിധി ഉണ്ടെന്ന് അറിയുന്ന ആളിൽ നിന്ന് അത് കേട്ട് സ്ഥലമൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ആ ആളിൽ വിശ്വാസം ഉണ്ടാവണം. പിന്നീട് ആ സ്ഥലം കുഴിച്ച് നിധിയെ മറച്ചിരിക്കുന്ന കല്ലും മണ്ണൊക്കെ നീക്കം ചെയ്ത് പുറത്തിറക്കണം. അല്ലാണ്ട് പുറത്തുനിന്ന് നിധി എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ പോണില്ല. ഇതുപോലെയാണ് നമ്മുടെ അജ്ഞാനം കൊണ്ടും അതിൻ്റെ ഫലമായിട്ടുണ്ടായ തെറ്റിദ്ധാരണകൾ, ഞാൻ ദേഹാമനാബുദ്ധ്യാദികളാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടും മറഞ്ഞു കിടക്കുകയാണ് ഇന്ന് നമ്മുടെ പരിശുദ്ധമായ സ്വരൂപം, ആത്മസ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാനെന്നുള്ള അറിവും അറിഞ്ഞിരിക്കുക. അതറിയുന്ന ആളാണ് ബ്രഹ്മജ്ഞാനി ആയ ഗുരു. ആ ഗുരുവിൻ്റെ ഉപദേശാനുസരണം മനന ധ്യാനാദികൾ ചെയ്താൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അല്ലാതെ വെറുതെ ഇരുന്ന് യുക്തിവിചാരം ചെയ്തുകൊണ്ടോ തർക്കിച്ചത് കൊണ്ടോ ആത്മസാക്ഷാത്കാരം കിട്ടാൻ പോണില്ല. അതുകൊണ്ട് സമയം പാഴാക്കാതെ ഗുരുവിൽ നിന്ന് തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വപ്രയത്നത്തിലൂടെ ഈ സാക്ഷാത്കാരത്തിന് ശ്രമിക്കണം എന്ന് ശങ്കരാചാര്യരിലെ ഗുരു നമ്മളെ ഉത്ബോധിപ്പിക്കുക. ആണ് ഈ ശ്ലോകം. വേറെ എത്ര ആൾ ശാസ്ത്രം പഠിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പുസ്തകത്തിന് പുറകെ പുസ്തകം പഠിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വാദപ്രതിപാദനം നടത്തിയാലും ഒന്നും പരമലക്ഷ്യമാകുന്ന ആത്മാനുഭൂതി കൈവരിക്കാൻ സാധ്യമല്ല.
അപ്പം നിധി കുഴിച്ചെടുക്കൽ എന്ന ദൃഷ്ടാന്തത്തിലൂടെ തൻ്റെ ഉള്ളിൽ അജ്ഞാനത്താലും ദേഹാഭിമാനത്താലും വിഷയാസക്തിയാലും മറഞ്ഞുകിടക്കുന്നതായ ആ അനന്തമായ നിധിയാകുന്ന സ്വന്തം സ്വരൂപം, ആ അനന്ത സ്വരൂപം നമുക്ക് സ്വായത്തമാകണമെങ്കിൽ, നമുക്ക് അനുഭവമാവണമെങ്കിൽ, അത് അപരോക്ഷാനുഭവം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി ശാന്തമായൊരിടത്തിരുന്ന് കേട്ട തത്വത്തെ യുക്തിപൂർവ്വം വിചാരം ചെയ്ത് സംശയങ്ങളൊക്കെ തീർത്ത് ആ സംശയം തീർന്ന ആ ആശയത്തെ നിരന്തര ധ്യാനത്തിലൂടെ സ്വാനുഭവമാക്കി മാറ്റണം എന്ന് പറയുകയാണ്. ഇവിടെ അധ്യാത്മിക നിധിയാണ്, അതാണ് ആത്മസ്വരൂപം, തൻ്റെ വസ്തുസ്വരൂപം. അത് ശാശ്വത ആനന്ദമാണ്. അത് പറഞ്ഞു തരുന്ന ആളാണ് ഗുരുനാഥൻ. ഇവിടെ ആപ്തൻ ഗുരുവാണ്. അപ്പൊ കാർന്നവര് പറഞ്ഞപ്പോൾ അതിനെ വിശ്വസിക്കാണ്ട് മുഖവിലേക്ക് എടുക്കാണ്ട് ഒരാൾ പോയ ആ നിധിയുടെ അനുഭവം ആൾക്കുണ്ടാവുമോ? ഇത്ര വലിയ നിധിയുടെ ഉടമയായിരുന്നിട്ട് ഇത്രയും കാലം അറിഞ്ഞില്ല, ഇനി അറിയാണ്ട് തുടരൂലേ? ഇതുമാതിരിയാണ് നമ്മൾ ഓരോരുത്തരും ശാശ്വത ആനന്ദ സ്വരൂപികളാണ്. എന്നിട്ടും നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുക, അതാണ് രസം. സംസാരികളായി തുടരണു അല്ലേ? എന്തുകൊണ്ട്? ഇത് അറിയാത്തത് കൊണ്ട്. അപ്പോൾ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറിയുന്ന ഒരാളുടെ ഉപദേശം കേൾക്കണം. ആ അറിയുന്ന ആളാണ് ഗുരുനാഥൻ. ഗുരുവാക്യത്തിൽ വിശ്വാസം അറിയാൻ പറ്റുമോ? ആണ് ശ്രദ്ധ. ശാസ്ത്ര ഗുരു ഉപദേശങ്ങളിൽ പൂർണ്ണമായ സത്യത്വ ബുദ്ധി ഉണ്ടാവണം. ശാസ്ത്രത്തിലും ഗുരു ഉപദേശത്തിലും സത്യബുദ്ധി അതുള്ളവനെ ആ വഴിക്ക് പരിശ്രമിക്കുള്ളൂ. മനനധ്യാനാദികളിലൂടെ ഈ ഗുരു നിർദ്ദേശിച്ച സത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുള്ളൂ എന്നർത്ഥം. അതാണ് ഈ ശ്ലോകത്തിൽ ഒരു രൂപകത്തിലൂടെ എപ്രകാരമാണ് ശാസ്ത്രത്തെയും ഗുരുവിൽ നിന്ന് ശ്രമിച്ചതിന് ശേഷം സാധകൻ സാക്ഷാത്കാരത്തിന് പരിശ്രമിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുക. ഹരി ഓം.